പാലക്കാട്ടെ കണ്ണാടി പഞ്ചായത്തിൽ സിപിഎമ്മിന്റെ അഭിമാന പോരാട്ടം. വിമത പ്രശ്നം മൂലം കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ഭരണസമിതി പിടിച്ചെടുക്കാൻ ഇത്തവണ അരയും തലയും മുറുക്കിയാണ് പാർട്ടി പ്രവർത്തകർ രംഗത്തിറങ്ങിയിട്ടുള്ളത്. എന്നാൽ പൗരമുന്നണി എന്ന പേരിൽ മത്സരിക്കുന്ന വിമത വിഭാഗം ഇത്തവണയും വിജയപ്രതീക്ഷയിലാണ്. 1963-ൽ പഞ്ചായത്ത് രൂപീകരിച്ചതിന് ശേഷം തുടർച്ചയായി ഭരണം നിലനിർത്തിയിരുന്ന സിപിഎമ്മിന് കഴിഞ്ഞ തവണയാണ് അധികാരം നഷ്ടമായത്. പാർട്ടിയിൽ നിന്നും കലാപക്കൊടി ഉയർത്തി പുറത്തുപോയവർ പൗരമുന്നണി എന്ന പേരിൽ UDFും BJPയുമായി ചേർന്ന് പ്രവർത്തിച്ചതോടെ ഒരു സീറ്റിന് ഭരണം നഷ്ടപ്പെടുകയായിരുന്നു. എന്നാൽ ഇത്തവണ പാലക്കാട്ടെ ചുവന്ന മണ്ണായ കണ്ണാടിയിൽ ഭരണം പിടിച്ചെടുത്ത് പാർട്ടിയുടെ അഭിമാനം സംരക്ഷിക്കാനാണ് പ്രവർത്തകരുടെ പോരാട്ടം. 15 വാർഡുകളുള്ള പഞ്ചായത്തിൽ 13ഇടത്ത് CPIഎമ്മും 2ഇടത്ത് CPIയും മത്സരിക്കുന്നു. ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഇവരൊരു മുന്നണി എന്ന രീതിയിൽ പെരുമാറിയിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല. എന്തെല്ലാം കുറേ നടന്നു എന്നതല്ലാതെ വേറൊന്നും ഇവിടെ നടന്നിട്ടില്ല. ഇവർക്കൊരു കൂട്ടായ്മയില്ല. ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ ഭരണം ശപിക്കപ്പെട്ട ഒരു ഭരണമായി മാറിയിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഈ ഭരണത്തെ തകർക്കുക എന്നതാണ് ഇവിടത്തെ ജനങ്ങൾ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ തവണ 5 സീറ്റിൽ മത്സരിച്ച CPIഎം വിമതർ ഇത്തവണ 3 സീറ്റിലാണ് മത്സരിക്കുന്നത്. മറ്റിടങ്ങളിൽ UDFന് പിന്തുണ നൽകും. തങ്ങളുടെ ഭരണ നേട്ടങ്ങൾ ഭരണ തുടർച്ചയ്ക്ക് കാരണമാകുമെന്ന പ്രതീക്ഷയിലാണ് പൗരമുന്നണി. കഴിഞ്ഞ വർഷം 8 സീറ്റുകളാണ് പൗരമുന്നണി എന്ന നിലയ്ക്ക് ഭരണം ലഭിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇത്തവണ CPIഎമ്മിന് ഏതാണ്ട് ഒരു 5-ൽ താഴെ സീറ്റുകളിലേക്ക് ഒതുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. കാരണം ഈ 5 വർഷത്തെ ഭരണ നേട്ടം അത്ര കണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ ഉരുക്കുകോട്ടയായ കണ്ണാടിയിൽ ഭരണം പിടിച്ചെടുക്കാൻ CPIഎമ്മും ഭരണം നിലനിർത്താൻ പൗരമുന്നണിയും ഏറ്റുമുട്ടുമ്പോൾ മത്സരാവേശം വാനോളമാണ്. റിപ്പോർട്ടർ, പാലക്കാട്.